ബി.ജെ.പിയോട് എന്തുകൊണ്ടാണ് കേരളം ഇത്രയ്ക്ക് വിമുഖത കാണിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ബി.ജെ.പി പാർട്ടിയിൽ ചേർന്നു എന്ന് കേട്ടാൽ ഉടൻ അയാളോട് അറിയാത്തൊരു അകലം നമ്മുടെ എല്ലാം മനസ്സിൽ എങ്ങനെ വരുന്നു എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനേറെ പറയുന്നു, അഭിനയം കൊണ്ടും സഹായ മനസ്കത കൊണ്ടും നമ്മുടെ എല്ലാം മനസ്സ് കീഴടക്കിയ സുരേഷ് ഗോപിയോട് ആളുകൾക്കെല്ലാം എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ദേഷ്യമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ബി.ജെ.പി എന്ന പാർട്ടി പേർന്ന ജാതി ചിന്ത കൊണ്ടാണ്. യു.പി പോലെ ഗുജറാത്ത് പോലെ കേരളവും അങ്ങനെ നശിച്ചു കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ താമര വിരിയുന്നു എന്ന് കേട്ടാൽ ഉടൻ ആളുകളെല്ലാം അസ്വസ്ഥരാകുന്നത്. ജാതിയും ഐത്തവും എല്ലാം ആളുകളെ എന്തുമാത്രം ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നറിയുന്നതിന് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളൊക്കെ വെറുതെ ഒന്ന് മറച്ചു നോക്കിയാൽ മതിയാകും. വീണ്ടും ആ അവസ്ഥയിലേക്ക് എത്തി ആ ദുരിതങ്ങൾ വീണ്ടും അനുഭവിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഏറ്റവും സങ്കടം ഇപ്പോൾ ഇത് തന്നെയാണ് കോൺഗ്രസിനകത്തും നടക്കുന്നത് എന്നതാണ്. ബി.ജെ.പിക്കാരോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാവാം കോൺഗ്രസിനും ഇപ്പോൾ ആ ജാതി ബോധം വല്ലാതെ വന്നിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിൽ കൂടുതൽ തവണ മത്സരിച്ചതിന് തന്നെ വേട്ടയാടുകയാണെന്ന് കോൺഗ്രസ് നേതാവും മാവേലിക്കര എം.പിയുമായ കൊടിക്കുന്നിൽ സുരേഷ് വെളിപ്പെടുത്തുകയുണ്ടായി. ദളിതനായതുകൊണ്ട് താൻ നിരവധി തവണ അവഗണിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് പരിപാടിയിലായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ തുറന്നു പറച്ചിൽ. രമേശ് ചെന്നിത്തലയും വി.ടി. സതീശനും അടക്കമുള്ള വേദിയിലാണ് കൊടിക്കുന്നിലിന്റെ ഈ പരാമർശങ്ങൾ അത്രയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. താൻ നിൽക്കുന്നത് വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണെന്നും അതിന്റെ കാരണം തുറന്നു പറഞ്ഞാൽ വിവാദമായേക്കുമെന്നും പറഞ്ഞ സുരേഷ് അങ്ങനെ പറഞ്ഞാൽ ശത്രുക്കൾ കൂടിയേക്കാമെന്ന് കൂട്ടിച്ചേർക്കുകയും ഉണ്ടായി. പ്രസംഗിച്ചാൽ പലതും തുറന്നു പറയേണ്ടി വരുന്നതിനാൽ അദ്ദേഹം പ്രസംഗം എഴുതി കൊണ്ടുവന്നിരിക്കുകയാണത്രേ. സമ്മർദ്ദ മണ്ഡലത്തിൽ തുടർച്ചയായി ജയിക്കുക എളുപ്പമല്ലായിരുന്നു എന്ന് മാത്രമല്ല തനിക്കതിന് കഴിഞ്ഞു എന്ന് അഭിമാനത്തോടു കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. 8 തവണ ജയിക്കാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ല. എന്നാൽ മത്സരിക്കുന്ന സമയത്തും അല്ലാതെയും പല തരത്തിലുമുള്ള ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. തനിക്ക് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പിടിച്ചു നിൽക്കില്ലായിരുന്നെന്നും കൊടിക്കുന്നിൽ പറയുകയുണ്ടായി. പാർട്ടി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. താൻ നിന്നില്ലെങ്കിൽ ജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പാർട്ടി നേതാക്കൾ തന്നെ പറഞ്ഞു. തന്നെക്കാൾ കൂടുതൽ കാലം എം.പി ആയവരുണ്ടെങ്കിലും അവരെ ആരും ഒന്നും പറയാറില്ലെന്നും തന്നെ മാത്രമാണ് വേട്ടയാടുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് കൂട്ടിച്ചേർത്തു. ഇതിലും നല്ലത് പ്രസംഗം എഴുതിക്കൊണ്ടുവരികയായിരുന്നു എന്നതാണ് വി.ടി. സതീശന്റെ ഇതിനുള്ള മറുപടി. ഇതിന്റെ ഒരു കുറവ് കൂടിയേ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ തന്നെ എപ്പോ വേണമെങ്കിലും പിളരുന്ന അവസ്ഥയിൽ നിൽക്കുന്ന പാർട്ടിക്ക് ഏറ്റവും വലിയ അടി തന്നെയാണ് സുരേഷിന്റെ ഈ പ്രസ്താവന എന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്വതവേ ദുർബല, കൂട്ടത്തിൽ ഗർഭിണി എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥയെന്ന് പറയാതെ വയ്യ.